Hi everyone. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫാർമസി സ്റ്റുഡൻസ് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. Pharmaceutical analysis. This actually a branch of analytical chemistry. So we have to understand what is pharmaceutical analysis and why it is so important. അതിനു മുന്നേ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് അനാലിസിസ് എന്ന്. Analysis involves a series of processes which are directly related to quality. ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? എന്തൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. സോ അനാലിസിസ് is directly related to quality. How? Analysis can assure the quality as well as control the quality of a product. Quality assure ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ക്വാളിറ്റി മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുക. ക്വാളിറ്റി എലമെന്റ്സ് എല്ലാം അതിനകത്ത് ബിൽഡ് ചെയ്യുക. അങ്ങനെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്ങിലൂടെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനാണ് നമ്മൾ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുക. ക്വാളിറ്റി കൺട്രോൾ മീൻസ് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത ശേഷം അതിനകത്ത് ഡിഫക്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നതെല്ലാം ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ത്രൂ ദ പ്രോസസ് ഓഫ് അനാലിസിസ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാക്കറ്റ് പാല് വീട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ അതിനകത്ത് വെള്ളം ചേർത്തിട്ടുണ്ട് നമുക്ക് ഫീൽ ചെയ്യാണ്. അപ്പൊ നമ്മൾ പിന്നെ ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിന്റെ പാല് വാങ്ങിക്കും ഇല്ല. കാരണം എന്താ? അതിന്റെ കോമ്പോസിഷനാ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോമ്പോസിഷൻ അല്ല അതിനകത്തുള്ള, പ്യുവർ അല്ലാതെ. കാരണം അഡീഷണൽ ആയിട്ട് അൺഡിസൈറബിൾ ആയിട്ടുള്ള മറ്റൊരു കോമ്പൗണ്ട് അതിനകത്തുണ്ട്, ദാറ്റ് ഇസ് വാട്ടർ, എക്സസീവ് എമൗണ്ടിലുണ്ട്. സോ അത് നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല. അതിന്റെ അർത്ഥം എന്താ? ക്വാളിറ്റി ഇല്ല, പ്യൂരിറ്റി ഇല്ല, ക്വാളിറ്റി ഇല്ല. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് അനാലിസിസിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനകത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു ഡോക്ടറെ കാണുകയാണ്, എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് പലപ്പോഴും നമ്മളോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. ഈ ബ്ലഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്ലഡിന്റെ കോമ്പോസിഷൻ കണ്ടുപിടിക്കലാണ്. കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, അത് എത്രത്തോളം എമൗണ്ടിലുണ്ട്, ലിമിറ്റഡ് ആയിട്ടുള്ള ലിമിറ്റിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്നുള്ളതെല്ലാം ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ബേസിൽ വേണം ഒരു ഡിസീസ് ഡയഗ്നോസിസ് നടത്താൻ, അല്ലെ? അപ്പൊ ബ്ലഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് എ പ്രോസസ് ഓഫ് അനാലിസിസ്. ഇതുപോലെ തന്നെ പല ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിന്റെ പാക്കറ്റിലും നിങ്ങൾ പുറത്ത് കണ്ടിട്ടുണ്ടാവും ടെസ്റ്റഡ് ഓക്കെ എന്ന് പറയുന്ന ഒരു ലേബിൾ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു പെർട്ടിക്കുലർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ക്വാളിറ്റി ചെക്സ് എല്ലാം പാസ്സായിട്ടുണ്ട്, അല്ലെ? ഇതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ന്യൂസിലെല്ലാം നിറഞ്ഞു നിന്നൊരു കാര്യമാണ് ഡൽഹിയിലെ എയർ ക്വാളിറ്റി വളരെ പുവർ ആണ്. എങ്ങനെയാണ് ഈ എയർ ക്വാളിറ്റി അവർ ടെസ്റ്റ് ചെയ്തത്? ത്രൂ ദ പ്രോസസ് ഓഫ് അനാലിസിസ്. എയറിന്റെ കോമ്പോസിഷൻ കണ്ടുപിടിച്ചു. അപ്പൊ അതിനകത്ത് എയറിന്റെ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാസസ് ഉണ്ടായിരിക്കും. ഓക്സിജൻ ഉണ്ടാവാം, നൈട്രജൻ ഉണ്ടാവാം, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അതുപോലെ ഹാർംഫുൾ ആയിട്ടുള്ള ഈ കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് ഒക്കെ ലിമിറ്റിൽ കൂടുതൽ ഉണ്ടായിരുന്നിരിക്കണം. അപ്പൊ അതുകൊണ്ടായിരിക്കും എയർ ക്വാളിറ്റി എന്ന് പറയുന്നത് കുറവാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീഥലാണ്, ഹാർംഫുൾ ആണ്, നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നതാണെന്ന് അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. അപ്പൊ എയർ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്തത് എങ്ങനെയാ? ത്രൂ ദ പ്രോസസ് ഓഫ് അനാലിസിസ് ഓഫ് എയർ. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ വാട്ടർ ടെസ്റ്റിംഗ്, ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഡ്രിങ്കിങ് വാട്ടറിൽ എന്തെങ്കിലും ഹെവി മെറ്റൽസ് പോലെയുള്ള പോയ്സണസ് ആയിട്ടുള്ള കണ്ടൻസ് ലിമിറ്റിൽ കൂടുതലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫുഡ് അഡിറ്റീവ്സ്, ഹാർംഫുൾ ആയിട്ടുള്ള ഫുഡ് അഡിറ്റീവ്സ് ഉണ്ടോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. ഇതെല്ലാം അനാലിസിസ് ആണ്. ഓക്കെ, ഇനി ഇപ്പൊ അനാലിസിസ് മനസ്സിലായി. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് ഫാർമസ്യൂട്ടിക്കൽസ്. സെക്കൻഡ് ടേം, ഫാർമസ്യൂട്ടിക്കൽസ് ആർ എനി കെമിക്കൽ കോമ്പൗണ്ട് which are of therapeutic interest. Therapeutic value ഉള്ള ഏതൊരു കെമിക്കൽ കോമ്പൗണ്ടിനെയും നമ്മൾ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? This is the application of analysis or analytical procedures to pharmaceuticals to ensure their quality, safety and efficacy. ഈ അനാലിസിസ് നടത്തുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഈ ടെക്നിക്സ് എല്ലാം ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ഡ്രഗ് പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനാണ് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് എന്ന് പറയാം. സോ ഹൗ ക്യാൻ ബി ഡിഫൈൻ pharmaceutical analysis? It is a branch of chemistry which deals with process or sequence of processes for the identification, separation, purification and quantification of a substance or drug. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അനാലിസിസ്, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഡിറ്റർമിനേഷൻ, ഒരു കോമ്പൗണ്ടിന്റെ കോമ്പണൻസ്, ഇൻഡിവിജ്വൽ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സെക്കൻഡ് വൺ, ഐഡന്റിഫിക്കേഷൻ, ആ കോമ്പൗണ്ടിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതിൽ ഓരോ കോമ്പണൻസിന്റെയും ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് ക്വാണ്ടിഫിക്കേഷൻ. ദ നെക്സ്റ്റ് വൺ ഇസ്
പ്യൂരിഫിക്കേഷൻ, ആ ഒരു പെർട്ടിക്കുലർ കോമ്പണന്റ്, ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർട്ടിക്കുലർ കോമ്പണന്റിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. നമുക്ക് അൺഡിസൈറബിൾ ആയിട്ടുള്ള ഏത് കോമ്പൗണ്ട് അതിനകത്തുണ്ടെങ്കിൽ നമ്മൾ അതിന് ഇമ്പ്യൂരിറ്റി എന്നാണ് പറയാം. അപ്പൊ ആ ഇമ്പ്യൂരിറ്റീസിനെ എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡിസൈറബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടിനെ മാത്രം എടുക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സബ്ജക്റ്റഡ് ടു സെവറൽ അനലിറ്റിക്കൽ പ്രോസസ്സസ്. അതിന് പ്യൂരിഫിക്കേഷൻ എന്ന് പറയും. സെപ്പറേഷൻ, ഒരു 3 or 4 അല്ലെങ്കിൽ അതിൽ കൂടുതലോ കോമ്പണൻസ് ഉള്ള ഒരു മിക്സർ ചെയ്യുന്ന ഒരു നമുക്ക് വേണ്ട ഒരു കോമ്പണന്റിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിനെയാണ് സെപ്പറേഷൻ. ഇതെല്ലാം അനാലിസിസ്, ഡിഫറെന്റ് അനലിറ്റിക്കൽ ടെക്നിക്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. Otherwise, pharmaceutical analysis can be defined as application of analytical procedures used to determine the purity, safety and quality of drugs and chemicals. Simply പറയുകയാണെങ്കിൽ it is the analysis of pharmaceuticals or drug products. ഇതിനെ മറ്റൊരു തരത്തിൽ മറ്റൊരു നെയിം പറയാം, ക്വാണ്ടിറ്റേറ്റീവ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്ന് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിനെ പറയാറുണ്ട്. What are the things or what is the scope of pharmaceutical analysis? നമ്മൾ ഒരു ഡ്രഗ് മാനുഫാക്ചറിങ്ങിന്റെ എല്ലാ സ്റ്റേജസിലും ഈ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിന് ആപ്ലിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റിന്റെ ക്വാളിറ്റി അഷുർ ചെയ്യാൻ. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് മീൻസ് നമുക്ക് തെറാപ്യൂട്ടിക് വാല്യൂ തരുന്ന അല്ലെങ്കിൽ എഫക്ട് തരുന്ന കോമ്പണന്റ് ഏതാണോ അതിനെയാണ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. അത് ക്വാളിറ്റി ഉള്ളതാണോ, കറക്റ്റ് എമൗണ്ടിലുണ്ടോ എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ നമുക്ക് അനലിറ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യാം. ടു എൻഷുർ ദ ക്വാളിറ്റി ഓഫ് ബൾക്ക് ഡ്രഗ് മെറ്റീരിയൽസ്. ഈ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് കൂടാതെ മറ്റ് യൂസ് ചെയ്യുന്ന ഡ്രഗ് മെറ്റീരിയൽസിന്റെ എല്ലാം, ഒരു ഫോർമുലേഷൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ എല്ലാം ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ്, വി ക്യാൻ ഡിറ്റർമിൻ ദി ഇന്റർമീഡിയറ്റ്സ് ഓഫ് ഡ്രഗ്സ് ഡ്യൂറിങ് ഇറ്റ്സ് സിന്തസിസ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഒരു കെമിസ്ട്രി ലാബിൽ അല്ലെങ്കിൽ ഒരു ഡ്രഗ് സിന്തസൈസ് ചെയ്യുമ്പോൾ, ഒരു സിന്തറ്റിക് പ്രോഡക്റ്റ് ആണെങ്കിൽ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ് എല്ലാം ഉണ്ടാവും. അപ്പൊ അതിനെയെല്ലാം ഏതാണ് ആ കോമ്പൗണ്ട്, അത് നമ്മുടെ ഡ്രഗിന്റെ കറക്റ്റ് ഇന്റർമീഡിയറ്റ് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ഡീഗ്രഡേറ്റീവ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റോ ആണോ, ഇതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് അനലിറ്റിക്കൽ ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, പ്രൊഡക്ട്സ് ഓഫ് ഡ്രഗ്സ് ഡ്യൂറിങ് ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച്, ഇതിന്റെ എല്ലാം ഡിറ്റർമിനേഷൻ യൂസ് ചെയ്യാം. ദെൻ ഡ്രഗ് ഫോർമുലേഷൻസ്, ഈ ഒരു ഡ്രഗ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ഒരു ഡ്രഗ് പ്രൊഡക്റ്റ്, ഒരു ഡ്രഗ് ഫോർമുലേഷൻ മാനുഫാക്ചർ ചെയ്യുന്നതിന്റെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പിലും ഈ ഫാർമസ്യൂട്ടിക്കൽ അനലിറ്റിക്കൽ ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫ്രം ദ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ടു ദ എൻഡ് പ്രൊഡക്റ്റ്, ഫൈനൽ എൻഡ് പ്രൊഡക്റ്റ് വരെയും ഡിഫറെന്റ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇംപ്യൂരിറ്റീസ് ആൻഡ് ഡീഗ്രഡേഷൻ പ്രൊഡക്ട്സ് ഇൻ എ ഡ്രഗ്. ഒരു ഡ്രഗിനകത്ത് ഇംപ്യൂരിറ്റീസ്, അൺഡിസൈറബിൾ ആയിട്ടുള്ള കോമ്പണൻസ് ഉണ്ടോ, ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ അതിന്റെ സ്റ്റെബിലിറ്റി, എത്രത്തോളം ഡ്രഗ് സ്റ്റേബിൾ ആണ്, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് അനലിറ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യാം. സിമിലർലി നമ്മളൊരു മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്ത് ചില മെഡിസിൻ കഴിക്കുന്ന സമയത്ത് നമുക്ക് പോയിസണസ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടായിരുന്നു വരാം, അല്ലെങ്കിൽ കൂടുതൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. അങ്ങനത്തെയൊക്കെ കേസിൽ ഏത് കോമ്പൗണ്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഡ്രഗ് കൊണ്ട് തന്നെയാണോ നമുക്ക്, അല്ലെങ്കിൽ ആ ഡ്രഗിന്റെ ഏതെങ്കിലും മെറ്റബോളൈറ്റ് കൊണ്ടാണോ നമുക്ക് ആ ഹാംഫുൾ എഫക്ട് ഉണ്ടായത് എന്ന് ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ബയോളജിക്കൽ സാമ്പിൾസ് ടെസ്റ്റ് ചെയ്താൽ മതിയാവും. സലൈവയോ അല്ലെങ്കിൽ ബ്ലഡ് സെറം ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് ഏത് കണ്ടന്റ് ആണ് നമുക്ക് പോയിസണസ് ആയത്. അതിനെയാണ് നമ്മൾ ടോക്സിക്കോളജിക്കൽ ഇവാലുവേഷൻ എന്ന് പറയും. And it has also application in forensic analysis. What are the different types of analysis? Qualitative, semi-quantitative and quantitative analysis. എന്താണ് ക്വാളിറ്റേറ്റീവ്? ഒരു മെഡിസിന്റെ, ഒരു ഡ്രഗ് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ ആ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് അതിനകത്ത് പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിനെ മാത്രമാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. Just the presence of absence of compound is determined in qualitative analysis. അതിന്റെ appearance കൊണ്ടാവും, അതിന്റെ കളർ ആവാം, മെൽറ്റിംഗ് പോയിന്റ്, ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ലൈക്ക് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, സോളിബിലിറ്റി, ഡെൻസിറ്റി, ഇതിന്റെ എല്ലാം ബേസിൽ ഒരു കോമ്പൗണ്ടിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ മാത്രമാണ് നമുക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് കൊണ്ട് പറ്റുള്ളൂ. ദ സെക്കൻഡ് വൺ ഇസ് സെമി ക്വാണ്ടിറ്റേറ്റീവ്. സെമി ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കോമ്പണൻസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ അത് ഒരു ലിമിറ്റഡ് എമൗണ്ട് ആണ് പാടുള്ളൂ എങ്കിൽ അത് ആ ലിമിറ്റിൽ കൂടുതലുണ്ടോ എന്നും നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലിമിറ്റ് ടെസ്റ്റ് കണ്ടിട്ടുണ്ടാവും. ലിമിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ക്ലോറിന്റെ ലിമിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡിനേക്കാളും ടർബിഡിറ്റി
ടെസ്റ്റിന് കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ എത്രത്തോളം കൂടുതലുണ്ട് എത്രത്തോളം കുറവാണെന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് അതിനെ സെമി ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. The third one is quantitative. Quantitative means നമുക്ക് ആ ഓരോ കോമ്പണന്റെയും എക്സാക്ട് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു പാരാസെറ്റമോൾ ടാബ്ലറ്റിന്റെ ഒരു സ്ട്രിപ്പ് 500 mg ടാബ്ലറ്റിന്റെ ഒരു സ്ട്രിപ്പ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ അവർ ലേബൽ ക്ലെയിം എഴുതിയിട്ടുണ്ടാവും, പാരസെറ്റമോൾ ടാബ്ലറ്റ് IP 500 mg അല്ലെ. ഇതിനകത്ത് നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അസുഖത്തിനെ ട്രീറ്റ് ചെയ്യുന്ന ആ ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ഏതാണ്? പാരസെറ്റമോൾ ആണ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ്. അത് 500 mg വേണ്ടിടത്ത് അതിനേക്കാൾ കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഉറപ്പുണ്ടോ ഈ പാരസെറ്റമോൾ ഇതിനകത്ത് 500 ഉണ്ടെന്ന്? ഇതിനകത്ത് ഒരുപാട് എക്സിപ്പിയൻസ് വേറെയും ഉണ്ട് അല്ലെ. അപ്പൊ 500 mg തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. കൂടുതലായി കഴിഞ്ഞാൽ പലപ്പോഴും അത് കൃത്യമായിട്ട് മെറ്റബിളൈസ് ചെയ്യാതെ നമ്മുടെ ലിവറിന് ടോക്സിസിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര തെറാപ്യൂട്ടിക് എഫക്റ്റ് കിട്ടാതെയും വരാം. സോ കൃത്യമായിട്ടുള്ള ഡോസ് അതിനകത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്ന പല എക്സിപ്പിയൻസും അതെല്ലാം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ കൃത്യമായ അളവിലായിരിക്കണം. അപ്പൊ ഇതിന്റെ കൃത്യമായ ക്വാണ്ടിറ്റി, പാരസെറ്റമോൾ 500 mg ഉണ്ടെന്ന് ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക്സിനാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. What is the socio-economic impact of the subject? Socio-economic impact എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഡ്രഗ്സ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ കടയിൽ നിന്ന് വെറുതെ വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല അല്ലെ. അതിന് നമ്മുടെ ലൈഫ് സേവിങ് ആണ് പലപ്പോഴും. അതുപോലെ നമ്മുടെ ഹെൽത്തിൽ വളരെ ഇമ്പാക്റ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിൽ സോഷ്യലി ആയാലും അല്ല എക്കണോമിക്കലി ആയാലും എന്താണ് ഈ സബ്ജക്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ, എഫിക്കസി. നമ്മളൊരു മരുന്ന് കഴിക്കും, നമ്മളെപ്പോഴും എല്ലായ്പ്പോഴും എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ മെഡിസിനെ കുറിച്ചൊന്നും അറിയുന്ന ആളുകളായിരിക്കില്ല ഈ മെഡിസിൻസ് വാങ്ങിച്ച് കഴിക്കുന്നത് അല്ലെ. അവരുടെ അസുഖം മാറണം എന്ന ഉദ്ദേശം മാത്രമേ കാണുള്ളൂ. അപ്പൊ അത് എഫക്റ്റീവ് ആകുക എന്നുള്ളതാണ്. ആ എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും അനലിറ്റിക്കൽ മെത്തേഡ്സിലൂടെയാണ്. ദെൻ സേഫ്റ്റി. ഈ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത് ത്രൂ ക്വാളിറ്റി അഷുറൻസ്. ദെൻ എക്കോണമി. ഈ ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തു അല്ലെങ്കിൽ അത് എത്രത്തോളം കോസ്റ്റ്ലി ആണ് ആ ടെക്നിക്സ് എല്ലാം, അപ്പൊ എത്രത്തോളം പ്രൊസീജിയേഴ്സ് അത് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു തെറാപ്പിയുടെ എക്സ്പെൻസ് ഡിറ്റർമിൻ ചെയ്യുന്നതിലും ഒരു ഫാക്ടറാണ്. അപ്പൊ ആ പെർട്ടിക്കുലർ തെറാപ്പി എക്കണോമിക് ആണോ അല്ലയോ എന്നുള്ളത് അതിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടിയാണ് ഈ അനാലിസിസ് എന്ന് പറയുന്നത്. Now, what are the different analytical techniques are available? Analytical techniques can be classified as classical or non-instrumental and instrumental. Non-instrumental techniques ഉണ്ട്, instrumental techniques ഉണ്ട്. Non-instrumental means എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു കളർ റിയാക്ഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിലുള്ള ഒരു അനാലിസിസ് ആയിരിക്കും മോസ്റ്റ്ലി ഈ നോൺ ഇൻസ്ട്രുമെന്റൽ ടെക്നിക്സിൽ. പ്രത്യേകിച്ച് ഒരു വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെന്റേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇറ്റ് ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ആസ് ക്വാളിറ്റേറ്റീവ്, സെമി ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. Qualitative means physical properties like melting point, boiling point, color change. ഇതിന്റെ എല്ലാം ബേസിൽ ഒരു കോമ്പൗണ്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സെമി ക്വാണ്ടിറ്റേറ്റീവ്, ഫോർ എക്സാമ്പിൾ ലിമിറ്റ് ടെസ്റ്റ് നേരത്തെ പറഞ്ഞു. ദെൻ നോൺ ഇൻസ്ട്രുമെന്റലിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ക്വാണ്ടിറ്റി ഡിറ്റർമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന ടെക്നിക്സ് നേരത്തെ നിങ്ങൾ ഫസ്റ്റ് ഇയർ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നുണ്ട്. ടൈട്രിമെട്രി ആൻഡ് ഗ്രാവിമെട്രി. Titrimetry is the process of determining the exact concentration of a particular solution. ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനിൽ ഒരു കോമ്പൗണ്ടിന്റെ എക്സാക്ട് കോൺസെൻട്രേഷൻ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സൊല്യൂഷന്റെ വോളിയം വെച്ച് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡിനാണ് നമ്മൾ ടൈട്രിമെട്രി എന്ന് പറയാം. There are several types of titrations: acid based titration, redox, precipitation titrations, complexometry, gasometry. Miscellaneous ആയിട്ട് പറയുകയാണെങ്കിൽ ഡയസറ്റൈസേഷൻ, കോൾഫിഷർ, ഇതുപോലെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് ടൈട്രിമെട്രിക് അനാലിസിസിന്. ഗ്രാവിമെട്രി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ വെയിറ്റിന്റെ ബേസിൽ എങ്ങനെ ഒരു കോമ്പൗണ്ടിനെ അനലൈസ് ചെയ്യാം. Then what are the instrumental techniques? Instrumental techniques include electrochemical methods based on electrochemical properties of substance. For example, potentiometry, conductometry. Conductometry എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന്റെ കണ്ടക്ടൻസ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയുടെ ബേസിൽ ആ കോമ്പൗണ്ടിനെ മെഷർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യോമെട്രി, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ബേസിൽ. There are several other techniques. And second one is analytical separation of chromatography. Chromatography means
It involves the separation of a mixture of compounds with the help of two immiscible phases. ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ടാവും, ഒരു മൊബൈൽ ഫേസ് ഉണ്ടാവും. ഇതിനിടയിൽ കൂടെ ഈ മിക്സർ പാസ് ചെയ്തിട്ട് അതിലെ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. Then next one, analytical spectroscopy or optical methods. Electromagnetic radiation, UV radiation ആവാം, visible light ആയിരിക്കാം, IR radiation ആവാം, അതുപോലെ തന്നെ റേഡിയോ ഫ്രീക്വൻസി ആവാം. ഇതിന്റെ എല്ലാം ബേസിൽ കോമ്പൗണ്ട്സിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അത് യൂസ് ചെയ്തുകൊണ്ട് കോമ്പൗണ്ട്സിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അനലിറ്റിക്കൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഓൾ അബൌട്ട് pharmaceutical analysis and different techniques involved in pharmaceutical analysis. ഇതാണ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്.